ഇവിടുത്തെ എന്ത് സ്ഥാനികനാണ്? കോച്ചർ സ്ഥാനികന. രണ്ടാമത്തെ ആളാ? രണ്ടാമത്തെ ആള്. എവിടെയാ സ്ഥലം? നാറാത്ത്. കണ്ണൂർ ജില്ല നാറാത്താണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ നെഹ്റു കോളേജിൽ എവിടെ? നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് അല്ലേ? അവിടെ എന്തായിരുന്നു ജോലി? ഹെഡ് അക്കൗണ്ടന്റ്. എത്രയായി പിരിഞ്ഞിട്ട്? കുറേയോ? 2019. ഇവിടെ കിട്ടിയിട്ട് എത്രയായി? ഇവിടെ 18 കൊല്ലം കഴിഞ്ഞു. അതെയാ, 18 കൊല്ലം. പിന്നെ എങ്ങനെ എവിടെ കിട്ടി? ഏട്ടനായിരുന്നു ആദ്യം ചെയ്ത്, അതിന് ശേഷം നിങ്ങൾക്ക് വന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഭഗവാന്റെ ഇവിടെ ചെയ്യാൻ സാധിച്ചു അല്ലേ? ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നു? പാണി അല്ലേ? നിങ്ങൾ കെട്ടണം അല്ലേ? പിന്നെ ഫാമിലിയൊക്കെ കണ്ണൂരിൽ തന്നെയാണ്? മണി. ഓ, അളിയനാണ് അല്ലേ? അനിയനാണ്. ഓറത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ കേട്ടതും അറിഞ്ഞതും വളരെ സന്തോഷം. ഇനി നമുക്ക് കാണാം കേട്ടാ. നമസ്തേ. ഇനി ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട്. നമസ്തേ. ഒച്ചത്തിൽ സംസാരിച്ചോളൂ. എന്താ പേര് അങ്ങോട്ട്? എൻ്റെ പേര് KC സുബ്രഹ്മണ്യൻ നായർ അല്ലേ? പിന്നെ എവിടെയാ വീട്? വീട് ചമ്പാട്. അതൊരു സ്ഥലം പേര്? അത് പാനൂരിനടുത്താണ് അല്ലേ? എത്ര വർഷമായി ഇവിടെ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്നത്? ഇവിടെ 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പിട്ട് എന്താ ചെയ്തത്? അതിനു മുമ്പിട്ട് പിന്നെ ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കേരളത്തിലൊരു 5-10 ഹൈസ്കൂളുകളിൽ മാഷായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം വെച്ചാൽ, എൻ്റെ അപേക്ഷ വന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളത് സ്വീകരിച്ചു എന്നുള്ളതാണ്. എൻ്റെ നന്മകൾ നിങ്ങൾ മനസ്സിലാക്കി. അത് നിങ്ങൾ അങ്ങനെ നല്ലൊരു ടീച്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചത്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഗുണമാവാം. അതെ. കാരണം വെറുതെ ഒരാളോട് ശരിയല്ലാത്ത തരത്തിലല്ലല്ലോ ഒരാളൊരു ആവശ്യം പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന അങ്ങ് പറ്റുന്നതാണ് ചെയ്തു കൊടുക്കുക. എല്ലാം ചെയ്തു കൊടുക്കാനൊന്നും ആർക്കും ആവില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അത്രയും ദൂരത്ത് നിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ ഇത് ചെയ്യാനായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഇത് കേരളം മുതൽ കൈലാസം വരെ പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങ് നിങ്ങത്തോളം എല്ലാ സഹായങ്ങളും കൂടി എത്തിയിട്ടുള്ളത്. ആരോടും ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചീത്ത പറിക്കാനോ ഒന്നും പോയിട്ടില്ല. എല്ലാം പറഞ്ഞ് മടങ്ങിയിട്ട് പോകും. അത്രേ ഉള്ളൂ. നമ്മളാരോടൊന്നും പറയാനില്ല. ഭഗവാൻ അത് അനുവദിച്ചില്ല എന്ന് വിചാരിക്കും. അത്രേ പറയാൻ. അങ്ങനെ ഒരാള് ഒരു അന്വേഷണമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനോട് പിന്നെ എതിർത്ത് സംസാരിക്കാനല്ലോ. അതിന്റെ ആശയം എന്താന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ അത് വലിയൊരു കാര്യത്തിലേക്ക് പോവുമായിരിക്കും. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ധാരാളം ആൾക്കാർ അറിയായിരിക്കും. അല്ല, ഇത് ഭാരതം മുഴുവൻ എത്തുന്ന ഒരു ചാനലാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് കൈലാസം വരെ പോകുന്നല്ലേ? അപ്പം അങ്ങേ പോലുള്ള ഒരു മഹത് വ്യക്തി ഇവിടെ കാണുക, അങ്ങേ പോലുള്ള ഒരാളത്ത് ഇത്രയും കാര്യങ്ങൾ അറിയുക, അങ്ങ് അതിനുള്ള അനുമതി തരിക, എനിക്ക് എവിടെയോ കിടക്കുന്നത് ഞാൻ വന്നിട്ട് ഷൂട്ട് ചെയ്യുക, അല്ല ഓരോ നിയോഗമാണ്. അല്ല, നിങ്ങൾ ഒരിക്കൽ പോലും വെച്ചില്ല ഭഗവാന്റെ പാദത്തിൽ എത്തുന്നു ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു പ്രവർത്തനക്കാരനായതുകൊണ്ടല്ലോ മഹാരാജാവിന് മുന്നിലെത്തിയത്. അല്ല, നമുക്കൊക്കെ ജീവിതത്തിലൊരു ദൗത്യം ഉണ്ടാവും. അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല. അത് ദൈവികമായിട്ടുള്ള അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നൊരു ചാൻസ് നമ്മൾ പിന്നെ വെറുതെ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈ സ്ഥാനത്തിരിക്കാൻ മഹായോഗ്യന്മാരായിട്ടുള്ള എത്രയോ ഇത് നമുക്ക് ഭഗവാൻ തരുന്ന ഒരവസരം. അത് ഏതൊക്കെ തരത്തിൽ നിർവഹിക്കണം എന്നുള്ളത് നമ്മൾ. പിന്നെ ഇത് മലബാർ ദേവസ്വത്തിന്റെ കീഴിലല്ലേ ഇത് വരുന്നത്? മലബാർ ദേവസ്വം തിരുവിതാംകൂർ അല്ല, ഇത് മലബാർ ദേവസ്വത്തിന്. അപ്പം നിങ്ങൾ എവിടെയൊക്കെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഇവിടെ മാത്രമാണോ? ഇവിടെ മാത്രമാണ്. വേറെ എവിടെയും? കാരണം ഞാൻ ഈ സ്ഥാനത്തെത്തിയത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ആവുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെയധികം നന്ദിയുണ്ട്. കാരണം അത് കാണാനുണ്ട്. പിന്നെ ഇവിടെ അന്നദാനം, എല്ലാ ദിവസവും അന്നദാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ സമയത്ത് ശേഷം നിങ്ങൾ പറ്റാണ്ടായി പോയിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഇവിടുത്തെ അന്നദാനം ആർക്കും ഒരു കുറ്റം പറയാനില്ല. അങ്ങ് ഇത്രയും പേരെ സാന്ത്വനിക്കുമ്പം ഇനി അങ്ങോട്ടേക്കും അന്നദാനം ഭംഗിയായിട്ട് കൊടുക്കാനും ചെയ്യാനും കഴിയട്ടും. തീർച്ചയായും അല്ലേ? വരുന്ന ജനങ്ങൾക്കും തൃപ്തിയാകുന്നുണ്ട് ഇപ്പം. പിന്നെ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കാണാനുണ്ട്. പിന്നെ അങ്ങോട്ടും നമ്മൾ ഒരു വ്യക്തിയുടെയോ ഒരു ട്രസ്റ്റി ബോർഡിന്റെയോ മാത്രം പിന്നെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. ധാരാളം ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ ഇത് ഭംഗിയായി നിർവഹിക്കാൻ പറ്റൂ. നിങ്ങൾ ഇവിടെ ഭഗവാന് ചെയ്യുന്ന സേവനം തൃപ്തിയാണോ? എനിക്ക് തൃപ്തിയാണ് അല്ലേ? ഒന്നുമില്ല. പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഭഗവാൻ ഇവിടെ കൊണ്ടു നടക്കുന്നു.
ഞാന് ഇവിടെ തന്നെ നിർത്താണോ തുടക്കം മുതലേ ഇത് കഴിയുന്നവരെ? ഇത് കഴിയുന്നവരെ ഇപ്പോ അതെ അതെ ഉത്സവം തുടങ്ങുന്ന ആദ്യം മുതൽ പിന്നെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ തന്നെ കഴിയുന്നവരെ ദിവസം. അപ്പൊ നാളെ പോയിക്കൂടെ? അല്ല ഇനി ഇത് കഴിയുന്നവരെയാ? ഇത് കഴിഞ്ഞിട്ടേ 11-ാം തീയതിക്ക് ശേഷം പോകാൻ പറ്റും. അതെ, സത്യം. അതാണ് പോകാൻ പറ്റും. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. നിങ്ങൾ എപ്പം പ്രാർത്ഥിക്കുന്നില്ലേ എന്നെ കടത്താണ്ട് കൊണ്ടുപോകണം. മറ്റുള്ളവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവരുത്. അതേ കണക്ക് ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒരു ആഗ്രഹമോ ഇല്ല. നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്കാത്. അത് സത്യമാണ്. അതെ, അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. കാരണം നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലെ ഇവിടെ വന്നിട്ട് ദേവന്റെ മുതല് പിന്നെ അപഹരിക്കാൻ, അല്ലെങ്കിൽ അധികാരത്തിന്റെ ഗർവ് കാണിക്കാനോ അത് തീരെ നിഷിദ്ധമായിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങൾ പറയുന്നത് ഇവിടെ ദക്ഷയാഗം നടന്ന സ്ഥലം. ദക്ഷൻ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഗർവവും അഹങ്കാരവും എല്ലാം നിറഞ്ഞൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം വലിയ യോഗ്യനായിരുന്നു. പക്ഷേ ആ യോഗ്യതക്ക് പിന്നെ മങ്ങലേൽപ്പിച്ചത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഹങ്കാരം. അത് ശമിപ്പിച്ച സ്ഥലമാണിത്. അവിടെ നമ്മൾ സാധാരണക്കാര് ഗർവവും അഹങ്കാരവും കാണിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമല്ല, നമ്മൾ ആരും ഒന്നുമല്ല. ഈ വിശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മള് ഭഗവാനോട് ഏൽപ്പിക്കുന്നത് നമ്മളെ മറ്റുള്ളവരെ സേവിക്കാനാണ്. നമ്മളൊക്കെ ഭഗവാന്റെ ഭൂതഗണങ്ങളാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹം തന്നെയാണ്. എന്താ വെച്ചാല് ഇപ്പൊ ഞാനൊരു ദൗത്യം ചെയ്തു, അങ്ങ് വേറെ ദൗത്യം ചെയ്തു. എന്നെ ഏൽപ്പിക്കുന്ന എന്താ? ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുക. എന്നെ നിങ്ങൾ ഇവിടെ വരുന്ന എല്ലാ ഭക്തന്മാരെ സേവിക്കുക. അത്രേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞത്? കേരളം മുതൽ കൈലാസം വരുന്നതാണ്. കാരണം ഭാരതത്തിന്റെ അടിത്തട്ട് മുതൽ മേലത്തട്ട് വരെ പോകാൻ വേണ്ടി പോകുന്നു. മുടി വരെ, പാദാതികേശം മുതൽ കേശാദിപാദം വരെ. അതാണ് ഇത് പറയുന്നത് അല്ലേ? എന്തായാലും അങ്ങേപ്പോലെ വലിയൊരു മഹാത്മാവിനെ കാണാനും പരിചയപ്പെടാനും അങ്ങേപ്പോലുള്ള ആൾക്കാരാണ് ദേവസ്ഥയിൽ വേണ്ടത്. കേരളത്തിലെ മലബാർ ദേവസ്വത്തിന്റെ പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടമായ കാര്യങ്ങളാണ്. എന്താ വെച്ചാല് ഇപ്പോൾ ഉള്ള ദേവസ്വത്തിന്റെ എല്ലാ പ്രവർത്തനവും നല്ല ക്ലിയർ ആണ്. അതെ, കാണുന്നത്. കാരണം വെച്ചാല് ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ വാങ്ങി കീശയിൽ വെക്കുന്ന കൂട്ടറല്ല. ഇപ്പൊ എന്ന് വെച്ചാല് അത് ക്ഷേത്രത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ക്ഷേത്രത്തിൽ അന്നദാനം, നിത്യ അന്നദാനം, ആ ക്ഷേത്രത്തിന്റെ പുരോഗതിയെല്ലാം കാണുമ്പോൾ അല്ലേ നമുക്ക് തോന്നുന്നു നമ്മളെ നാട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നിങ്ങളെപ്പോലുള്ള നല്ല നല്ല ആൾക്കാർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഭഗവാന്റെ പാദത്തിൽ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ. നന്ദി, ഇത്രയും കാര്യം ഉപകാരങ്ങൾ ചെയ്തു തന്നു. ശരി, നമസ്തേയില്ല, കണ്ടിട്ടില്ല. എടാ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് എടുത്തൂടെ? അങ്ങനല്ല, നമുക്ക് എത്ര സമയം വേണം? എന്താ പറയേണ്ട ഒരു ധാരണയില്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഇന്ന് പോലില്ലോ. പോകും, കുറച്ച് സമയം കഴിഞ്ഞാൽ പോകും.
അല്ല നമ്മൾ തിരക്കുണ്ടോ ഇല്ലൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇവിടെ കാണാൻ ഒന്നും ഇവിടെ കാണാം. ചുറ്റും കടകളാണല്ലോ അല്ലേ. മുമ്പിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല. മുമ്പിട്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, വെറും മറ്റേ ചന്തയായിരുന്നു ഉണ്ടായത്. ഏത് മറ്റൊന്നിനും കണ്ടേ. എനിക്ക് സ്വാമി റൂമിൽ കത്തിക്കാൻ വേണം, സ്വാമി പൂജാ റൂമിൽ കത്തിക്കാൻ വേണ്ടി എനിക്ക് വേണം. നല്ല കത്തി ഉണ്ടല്ലോ, നല്ല കത്തി ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ അല്ലല്ല അങ്ങനല്ല, നല്ല കത്തിയാണല്ലോ. പിന്നെ നിങ്ങൾ നല്ല കത്തി വെപ്പാന്നല്ലോ പറഞ്ഞു. ഇത് സന്തോഷ് ഭായ്. വീടിണ്ടായിരുന്നു കേട്ടോ, വീടിണ്ടായിരുന്നു. ആ ചെയ്യാൻ പറ്റിയില്ല. മറ്റേ നമ്മൾ സൂം ചെയ്തെടുക്കാം, ഇത് സൂം ചെയ്യാൻ കഴിയില്ല. ഇതുകൊണ്ടുള്ള ഒരു കുഴപ്പമില്ല. അതിന് ആ സംവിധാനം വേണമല്ല, ആ സംവിധാനം കൂടി പിടിച്ചാൽ കിട്ടില്ല. ഇതെങ്ങനെയും കൊണ്ടുപോവാം. നല്ല ക്യാരറ്റിയാണ്, നല്ല ഫീച്ചർ ക്യാരറ്റി ഉണ്ട് ഇത്. അത് കഴിഞ്ഞില്ല, അത് ഓഫാക്കാം നമുക്ക്. കഴിക്കാം, ഞാനിപ്പോൾ ഇതെടുത്തിട്ട് കഴിക്കാം. പ്രിയ ഗുരുജനങ്ങളെ,
കൊട്ടിയൂർ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് പുതിയ ക്ഷേത്ര കാഴ്ചയുമായി വേഗം വരാം. അതിനിടയിൽ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ പെരുമാളുടെ മുന്നിലാണ്. ഞാൻ ഇക്കരെ കൊട്ടിയൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരുടെയും ഇവിടുത്തെ കമ്മിറ്റി പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ കണ്ടാൽ മാത്രം മതി. നല്ല പ്രവർത്തനങ്ങളാണ്. അവർ മനസ്സറിഞ്ഞ് ക്ഷേത്രത്തിന് വേണ്ടിയും ജനങ്ങളുടെ നല്ല കാര്യ പ്രവർത്തനത്തിന് വേണ്ടിയും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വലിയൊരു സല്യൂട്ട് ഞാൻ തരികയാണ്. രണ്ടാമത്, ക്ഷേത്ര ജീവനക്കാരുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളോടും ഓച്ചിറ ശ്രീ മണിമാലാറോടും രാധാകൃഷ്ണമാലാറോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി. നല്ല നമസ്കാരം.